ന്യൂസ് അറ്റ് 9 തുടരുമ്പോൾ സഹായധനത്തിൽ നിന്ന് EMI ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം. അനീസലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ്, എന്താണ് സംഭവിക്കുന്നത് അവിടെ? അജി, ഇന്നിപ്പോൾ രാവിലെ മുതൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള ഗ്രാമീൺ ബാങ്കിന് മുമ്പിൽ സമരം നടക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടക്കുന്നുണ്ട്. ഇവർക്ക് മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ദുരിതബാധിതരായ ആളുകൾക്ക് സർക്കാർ നൽകിയിട്ടുള്ള ധനസഹായത്തിൽ നിന്ന് വിവിധ EMIകൾ പിടിക്കുന്ന ബാങ്കിന്റെ നടപടികൾക്കെതിരെയാണ് ഇപ്പോൾ സമരം തുടരുന്നത്. ശക്തമായ സമര പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 7:30 മുതൽ സമരം നടക്കുന്നുണ്ട്. ഇപ്പോൾ റഫീഖ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഏത് സാഹചര്യത്തിലെ ഈ ഒരു സമരം? വലിയ ദുരന്തമാണ്, സമാനതകളില്ലാത്ത ദുരന്തമാണ് നമ്മൾ അഭിമുഖീകരിച്ചത്, നമുക്കറിയാം. എന്നാൽ ആ ദുരന്തത്തിൽ ഉള്ള ആളുകൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ചേരുമ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വരഹിതമായ കിരാതമായ നിലപാടാണ് ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ 7 മണി മുതൽ ഇതിന്റെ ശാഖകൾ ഇവിടെയുള്ള എല്ലാ കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്നത്. അടിയന്തരമായി ഈ പണം തിരിച്ചു നൽകാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇത് രണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സമരം നടത്തുന്നത്. ഇത് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ശാഖകളും ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് ഡിവൈഎഫ്ഐ മുന്നോട്ട്. തീർച്ചയായും അതിശക്തമായ സമര പരിപാടികളാണ് നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ സമരം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ കവാടത്തിൽ കുത്തിയിരിക്കുന്ന കാണുന്നത്. അതോടൊപ്പം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അല്പനകം ഇങ്ങോട്ട് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗ് പ്രവർത്തകർ AIYFന്റെ പ്രവർത്തകർ മറ്റു സ്ഥലത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമരം നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു സമരം? ഞങ്ങള് സാഹചര്യം പ്രിയപ്പെട്ട പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇതൊരു നിസ്സാര സമരമല്ല. ഇത് ഉരുൾപൊട്ടിയ ആ ഒരു അന്തരീക്ഷത്തിനേക്കാൾ കൂടുതൽ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അതായത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പച്ച മാംസം തിന്നുന്ന ഈ ഗ്രാമീണ ബാങ്ക്, അതോടൊപ്പം ഗ്രാമീണ ബാങ്ക് പോലെയുള്ള നാഷണലൈസ്ഡ് ബാങ്ക്, ഞങ്ങളൊക്കെ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയാം. കാരണം ഇതൊരു മുത്തൂറ്റ് ബാങ്കല്ല, ഇതൊരു ഇസാഫ് ബാങ്കല്ല, ഇതിവിടെയുള്ള ലോക്കൽ ബാങ്കല്ല. ഇവിടെയുള്ള ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് ബന്ധപ്പെട്ട ഗവൺമെന്റാണ്. ഗവൺമെന്റ് ഇതിലൊരു ആ പണം തിരിച്ചെടുത്ത് അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തത് കൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല. കൃത്യമായി ബാങ്കിലെ ഇതിന്റെ അധികാരികളെ ചോക്കോസ് പോലെയുള്ള അല്ലെങ്കിൽ സസ്പെൻഷൻ പോലെയുള്ള തീരുമാനങ്ങൾ വരണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല. ക്യാമ്പുകൾ ഗ്രാമീണ ബാങ്കിന്റെ ഉള്ളിലാക്കും. ദുരിതബാധിതർക്ക് എല്ലായിടത്തു നിന്നും സഹായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലഭിക്കുന്ന സഹായത്തിൽ നിന്ന് കൈയിട്ട് വരുന്ന ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. പച്ച മാംസം പച്ചയ്ക്ക് തിന്ന് ജീവിച്ചിരിക്കുന്ന കുറഞ്ഞ ആളുകളുണ്ടല്ലോ ഇവിടെ, ഞങ്ങളെ സഹോദരങ്ങൾ കുറഞ്ഞ ആളുകൾ, അവരുടെ പച്ച മാംസം തിന്നുന്ന ഒരു തീരുമാനമാണിത്. ഈ തീരുമാനം ഇന്നലെ ഇവർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വയനാട് കേരള ഗ്രാമീൺ ബാങ്കിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അനീസലിയാണ് വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്.